നമുക്ക് ദേഷ്യം ഇല്ലാത്തൊരാളായിരിക്കും നമ്മൾ, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരാൻ തുടങ്ങുകയാണ്. കാരണം അറിയുന്നില്ല. അപ്പം ചുറ്റുമുള്ളവർ ചോദിക്കും എന്ത് പറ്റി, എന്താ പ്രശ്നം, എന്താ. ഇതിൽ എത്ര പേര് അധികം പോസിറ്റീവ് ആണ്? പലരും പല പ്രശ്നങ്ങളും ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ബാഗേജാണ് അവരുടെ എല്ലാം തലയിലുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരുടെ എനർജി നമ്മളെ ബാധിക്കും ഇൻഡയറക്റ്റ്ലി. നമ്മളൊരു ഇവിളായി എന്നൊക്കെ പറയാം, ഇവിളായി നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പം ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ തോട്ടിലാണ് ഇത് ഇൻഫ്ലിക്റ്റഡ് ആവുന്നത്. അപ്പം നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ ഒരു വ്യക്തിയുമായിട്ടോ സാഹചര്യമായിട്ടോ ടൈഡ് ആണെങ്കിൽ നമുക്ക് ആ കർമ്മ ഏകദേശം അത് ഫിനിഷ് ആകുമ്പോഴേ നമുക്ക് ഈ തിരിച്ചറിവ് പോലും ഉണ്ടാവുള്ളൂ, ഈ അവയർനെസ് ഉണ്ടാവുള്ളൂ. അപ്പോഴേ അവനൊരു ടാരറ്റ് റീഡറെ അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജർ അല്ലെങ്കിൽ ഇവനൊരു തെറപ്പി, ഒരു കൗൺസിലറെ പോലും നമ്മളുടെ പ്രശ്നങ്ങൾ ഇതാണ്, ഓക്കെ മനസ്സിലായി, ഇനി നമുക്ക് പോവേണ്ടത് ഇന്ന ദിശയിലേക്കാണ്. നമ്മുടെ ഓരോ തോട്ടിലും ഇത് വരാൻ തുടങ്ങും അറിയാതെ തന്നെ. ഈ പറഞ്ഞ പോലെ അവരുടെ ഇമോഷൻസ് നമുക്ക് വരാൻ തുടങ്ങും, നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. ഇപ്പോൾ ഒരാൾക്ക് നമ്മളൊരു സ്ട്രേഞ്ചറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, ഒരു 1 hour നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചു, നമ്മൾ ഹാപ്പിയാണ്, ആ വ്യക്തിയും ഹാപ്പിയാണ്, നല്ല രീതിയിൽ ആ കോൺവെർസേഷൻ എൻഡ് ചെയ്തു. പക്ഷെ വീട്ടിൽ ചെന്നു അന്നത്തെ ദിവസം നമുക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല, മൈൻഡ് ശരിയാവുന്നില്ല, കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൃത്യമായിട്ട് ഓടുന്നില്ല. നമ്മൾ ആലോചിക്കും ഇതെന്ത് പറ്റി, നമുക്കറിയില്ല, നമ്മളൊരിക്കലും ഈ വ്യക്തിയുടെ എനർജിയാണെന്ന് കോൺഷ്യസ്ലി ചിന്തിക്കുന്നില്ല. പക്ഷെ അവിടെ എനർജറ്റിക്കലി ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയി. ഈ വ്യക്തിയുടെ എനർജി എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ പുറമേ കാണുന്ന എന്താണ്, അവരുടെ ബിഹേവിയറാണ്, സ്വീറ്റ് ബിഹേവിയർ. പക്ഷേ ഇവരുടെ ഉള്ളിൽ എത്രത്തോളം ട്രോമ ഇവർ ക്യാരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ എത്രത്തോളം നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. സോൾസ് എല്ലാം എനർജറ്റിക്കലി കണക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇമോഷണലി കുറച്ച് ആ വ്യക്തിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എനർജി നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആവും. അതായത് ഒരു ഇൻവിസിബിൾ എനർജി കോഡ് അവിടെ ഡെവലപ്പ് ആവും. നമ്മളതിനെ എത്രിക് കോഡ് എന്ന് പറയും. ഓക്കെ, ഈ കോഡിലൂടെ പോസിറ്റീവ് എനർജീസ് ഒന്നും ട്രാൻസാക്ഷൻസ് നടക്കില്ല, നെഗറ്റീവ് എനർജീസാണ്. അപ്പം ആ വ്യക്തി ഒരു ദേഷ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ദേഷ്യം ഇല്ലാത്തൊരാളായിരിക്കും നമ്മൾ, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരാൻ തുടങ്ങുകയാണ്. കാരണം അറിയുന്നില്ല. അപ്പം ചുറ്റുമുള്ളവർ ചോദിക്കും എന്ത് പറ്റി, എന്താ പ്രശ്നം, എന്താ. അതറിയില്ല, ഒന്നുമില്ലല്ലോ, എല്ലാം ഓക്കെയാണ്, എല്ലാം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഉണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലാണ് ആ മാറ്റം വന്നത്. ഇത് കോൺഷ്യസ്ലി നമ്മൾ അറിയുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ എത്രിക് കോഡ്സ് കട്ട് ചെയ്യണം. അപ്പം ഈ എത്രിക് കോഡ്സ് ഫോം ചെയ്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള, സാധാരണ വ്യക്തികൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത്, നമ്മൾ ആലോചിക്കാതെ പോലും ഈ വ്യക്തിയുടെ മെമ്മറി നമ്മളുടെ മനസ്സിൽ കടന്നു വരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾ ഭയങ്കരമായി ഹോണ്ട് ചെയ്യുന്നു, ഇതെന്താണ് ഒരാവശ്യമില്ലെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ഈ റിലേഷൻഷിപ്സിലൊക്കെ ഒരു ബ്രേക്കപ്പിന് ശേഷം മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയ റീസണാണിത്. ഈ കോഡ് അവിടെ ഉണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്, സബ് കോൺഷ്യസ്ലി അതവിടെ രജിസ്റ്റേർഡുമാണ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ മാറ്റണം. അത് വേറൊരു വ്യക്തി പിന്നെ നമ്മളെ വിചാരിക്കുന്ന സമയത്ത്, ഓർക്കുന്ന സമയത്ത് അവരുടെ എനർജി നമുക്ക് കിട്ടും, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചില സമയങ്ങളിൽ നമുക്കിപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ട്രോമ, ഞാൻ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്, ആ ഒരു ഇഷ്യൂ നമുക്ക് ലൈഫിൽ ഉണ്ടായി, അതിനുശേഷം മേ ബി കുറച്ച് കാലങ്ങൾ കടന്നുപോയി, നമ്മൾ വേറൊരു ലൈഫിലേക്ക് കടന്നു. പക്ഷെ ചില പോയിന്റിൽ നമുക്ക് ആ പഴയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ പഴയ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പെട്ടെന്ന് ഫ്രം നോവെയർ നമ്മുടെ ലൈഫ് മെമ്മറീസിലേക്ക് കയറി വരും. അത് ഇത്തരത്തിലുള്ള നമുക്കൊരു ഇമോഷണൽ നമ്മുടെ ബ്ലോക്കേജ് ഉള്ളത് കൊണ്ടാണോ? ഇത് നമ്മൾ എന്താ വെച്ചാൽ, ഈ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി മൂവ് ഓൺ ചെയ്തു എന്ന് വിചാരിക്കുന്നത് അവിടെ സപ്രസ്ഡ് ആണ് ഇമോഷൻസ്, ഹീൽഡ് അല്ല. അതിന് കംപ്ലീറ്റ്ലി നമ്മൾ ക്ലിയർ ആയിട്ടായിരിക്കില്ല പോകുന്നത്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഈ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത സെൻസിറ്റീവ് ആയിട്ടുള്ള വീക്ക് മൈൻഡ് ആയിട്ടുള്ളവർ, ഇവർക്കാണിത് കൂടുതൽ വരിക. അപ്പോൾ നമ്മൾ വേറൊരു റിലേഷനിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിലേക്കൊക്കെ പോയിട്ടുണ്ട്, കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ഒരു തോട്ട് വരുന്നു, ഈ പ്രശ്നം വരുമ്പോൾ കാരണങ്ങൾ പലതാണ്. അവിടെ നമുക്ക് റീഡിങ്ങിലൂടെ കറക്റ്റ് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ ആ വ്യക്തി നമ്മളെ ഓർക്കുന്നതായിരിക്കും, ടെലിപ്പതിക്കലി ഈ ഒരു കോഡ് അവിടെ കിടക്കുന്നുണ്ട്, നമുക്കത് മനസ്സിലാവും. കാര്യം സോൾ ടു സോൾ കണക്ഷൻ വരും. അപ്പോൾ ആ വ്യക്തി നമ്മളെക്കുറിച്ച് ഓർക്കുന്ന ആ തോട്ട്സ് നമ്മളുടെ എനർജിയിൽ റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങും. ഔട്ട് ഓഫ് നോവെയർ നമുക്ക്
പെട്ടെന്നൊരു ഇമോഷൻ ആ വ്യക്തിയോട് തോന്നുക, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുക, ഇതൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തികൾ നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ട് വിചാരിക്കുകയാണ്, അതായത് ഒരു ജലസ് ഇൻറ്റൻഷനോടുകൂടി വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഈവിളായി തട്ടി എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ വീക്കാണെങ്കിൽ, നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ആ അവെയർനെസ്സിലിരിക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ നമ്മൾ പലപ്പോഴും ആ അവെയർനെസ്സിലാവില്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓറ വീക്കാവും. കാര്യം ഇൻട്രാക്ഷൻസ് ഒരു 100 പേരായിട്ട് നമ്മളൊരു ദിവസം ചെയ്യുകയാണെങ്കിൽ ഇതിൽ എത്ര പേര് അധികം പോസിറ്റീവാണ്? പലരും പല പ്രശ്നങ്ങളും ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ബാഗേജാണ് അവരുടെ എല്ലാം തലയിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ എനർജി നമ്മളെ ബാധിക്കും ഇൻഡയറക്റ്റ്ലി. നമ്മളൊരു ഇവിളായി എന്നൊക്കെ പറയാം, ഇവിളായി നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ തോട്ടിലാണ് ഇത് ഇൻഫ്ലിക്റ്റഡ് ആവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഇൻറ്റ്യൂട്ടീവ്ലി നമുക്കിത് മനസ്സിലാവുന്നുണ്ട്, അവർ നമ്മളെക്കുറിച്ച് ഈ രീതിയിൽ ചിന്തിച്ചു. നമുക്ക് ആ ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളിത് കോൺഷ്യസ്ലി തോന്നലാണെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് കളയുകയാണ്. അത് സപ്രസ്ഡ് ആണ്, അത് ഹീൽഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മളുടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഓരോ തോട്ടിലും ഇത് വരാൻ തുടങ്ങും, അറിയാതെ തന്നെ. ഈ പറഞ്ഞ പോലെ അവരുടെ ഇമോഷൻസ് നമുക്ക് വരാൻ തുടങ്ങും, നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. ഇപ്പോൾ ഒരാൾക്ക് ദേഷ്യമുണ്ടെന്ന് വിചാരിക്കുക, ആ ഒരു പർട്ടിക്കുലർ ഒരു സംഭവം നടന്നു, ഒരു ഇൻസിഡൻറ്റ് നടന്നു, അത് അവനവിടെ ഹീൽഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് അടുത്ത ഇൻസിഡൻറ്റിനെ അത് ബാധിക്കും, ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. ഇത് കുറേ കൊല്ലങ്ങളായി കഴിയുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മളുടെ ബുദ്ധി നമ്മൾ വേറൊരു എനർജിക്ക് പണയം വെച്ച അവസ്ഥ വരും. ഇതിനെ അൾട്ടിമേറ്റ്ലി വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്ന് തന്നെ പറയാം. കൂടോത്രം. അത് പ്രത്യേകിച്ച് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്നൊന്നുമില്ല. ഒരു കണ്ടീഷൻഡ് തോട്ട് നെഗറ്റീവാണ്, അത് പക്ഷെ മനസ്സിൽ ഉറച്ചു പോയി, അത് നമ്മളുടെ ഗ്രോത്തിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ ഇത് ബ്ലാക്ക് മാജിക് എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ പോലെയാണ് നമ്മളുടെ മനസ്സ്, നമ്മളുടെ ബ്രെയിൻ. അപ്പോൾ അവിടെ ഈ വൈറസ് കയറുന്നത് പോലെയാണ്. നെഗറ്റീവ് തോട്ട്സ് ഓരോന്ന് കയറി, ഇപ്പം കുറച്ച് പ്രശ്നം വന്നു, ഒന്ന് സ്ലോ ആയി, കുഴപ്പമില്ല, പ്രോസസ്സർ ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ട്. കുറേ പ്രശ്നങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റക്കാവും, നമ്മൾ സ്ലോ ആവാൻ തുടങ്ങും. രാവിലെ 6 മണിക്ക് അലാം വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി അലാം ഓഫ് ചെയ്ത് സ്നൂസ് ഇട്ട് അവന് 7 മണിയാവും എണീക്കുമ്പോൾ. കുളിക്കാൻ മടിയാണ്, അവന് പഠിക്കാൻ മടിയാണ്, കാര്യങ്ങൾ ചെയ്യാൻ മടിയാണ്. ആ ദിവസം എങ്ങനെയൊക്കെ ഉന്തിത്തള്ളി തീർക്കുകയാണ്, ജീവിതത്തിൻ്റെ പർപ്പസ് വിട്ടുപോവാണ്, ജീവിതത്തിൻ്റെ പർപ്പസ് വിട്ടുപോയി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതൊന്ന് നമ്മളെ റീകണക്ട് ചെയ്ത് റീപ്രോഗ്രാം ചെയ്യണം. അപ്പോൾ നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ ഒരു വ്യക്തിയുമായിട്ടോ സാഹചര്യമായിട്ടോ ടൈഡ് ആണെങ്കിൽ നമുക്ക് ആ കർമ്മ ഏകദേശം അത് ഫിനിഷ് ആകുമ്പോഴേ നമുക്ക് ഈ തിരിച്ചറിവ് പോലും ഉണ്ടാവുള്ളൂ, ഈ അവെയർനെസ് ഉണ്ടാവുള്ളൂ. അപ്പോഴേ അവനൊരു ടാരറ്റ് റീഡറെ അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജറെ അല്ലെങ്കിൽ ഇവനൊരു തെറപ്പി, ഒരു കൗൺസിലറെ പോലും അവന് കാണാൻ തോന്നുള്ളൂ, അവൻ ആ മനസ്സ് വരുള്ളൂ. അവൻ അത്രയും നാളത്തെ ഒരു കർമ്മ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ ഇങ്ങനെ ഒരു വ്യക്തിയെ സമീപിക്കണമെന്ന് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, അപ്പം നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള സമയം ഡെഫിനറ്റ്ലി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി സൊല്യൂഷൻ കണ്ടെത്തി അത് പ്രവർത്തിച്ചാൽ മാത്രം മതിയാവും. കാര്യം യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് യൂണിവേഴ്സ് വഴി ഓപ്പൺ ചെയ്തു തന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ചക്ര ഹീലിംഗ്, കർമ്മ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷെ ചില ആൾക്കാരുണ്ട് ഇതിനൊന്നും വിശ്വസിക്കാതെ വളരെ എന്താ പറയാ, ഇതൊന്നുമില്ല, ഇതൊക്കെ ഒരു തോന്നലാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെങ്ങനെയാണ് നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നത്? അവരെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുക? നമ്മൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക്, സ്പിരിച്വലി അത്ര കണക്റ്റഡ് അല്ലാത്തവരോട് മെഡിറ്റേഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് മടിയാണ്, അവർക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ലാതെ ചെയ്യുന്ന എന്തും വിഷം തന്നെയാണ്, നെഗറ്റീവാണ്. അപ്പോൾ അവർക്ക് വിശ്വാസമുള്ള രീതിയിൽ നമ്മൾ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിലൂടെ, തെറപ്പി സെഷൻസിലൂടെ, മൾട്ടിപ്പിൾ സെഷൻസിലൂടെ, അത് ആദ്യം അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ വയ്ക്കും. അതിനുശേഷം അവരുടെ എനർജി എവിടെയാണ് ടൈഡപ്പ് ആയതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സെഷൻസ് കൊടുക്കും. അങ്ങനെയാണ് അവർക്ക് ഹീലിംഗ് ചെയ്യുക. അതാണ് ഈ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൽ നമ്മളുടെ മനസ്സിന് നമ്മൾ തന്നെ കമാൻഡ് കൊടുക്കുകയാണ്. നമ്മളുടെ പ്രശ്നങ്ങൾ ഇതാണ്, ഓക്കെ മനസ്സിലായി, ഇനി നമുക്ക് പോവേണ്ടത് ഇന്ന ദിശയിലേക്കാണ്. അപ്പോൾ പ്രശ്നത്തിൽ നിന്ന് ഈ ഗോൾ വരെയുള്ള ദൂരം സഞ്ചരിക്കണം, അതിനൊറ്റ തടസ്സം നമ്മളാണ്.
ആ തടസ്സം നമ്മളായിട്ട് മാറ്റണം. അത് ഓരോ വ്യക്തികളുടെ പർട്ടിക്കുലർ പ്രശ്നങ്ങൾ അനുസരിച്ച് മാറ്റാൻ വേണ്ടിയുള്ള പ്രോഗ്രാംസാണ്, കമാൻഡ്സാണ്. നമ്മളെ കൊണ്ട് തന്നെ അതായത് ആ വ്യക്തിയെ കൊണ്ട് തന്നെ അവരുടെ മനസ്സിനെ നമ്മൾ പോസിറ്റീവ് എനർജിയിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ്.